വാവർപ്പള്ളിയെക്കുറിച്ചാണത്. വാവർപ്പള്ളിയിൽ സന്ദർശനം നടത്തുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് മക്കൾ കക്ഷി എന്ന ഒരു സംഘടനയുടെ 2 യുവതികൾ എത്തിയിരുന്നു കേരളത്തിലേക്ക്. അവരെ കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് വാവർപ്പള്ളിയിൽ സ്ത്രീകൾക്ക് ശബരിമലയിലെ പ്രവേശനം പോലെ തന്നെ വാവർപ്പള്ളിയിൽ ഞങ്ങൾ പ്രവേശിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത്. പക്ഷേ വാവർപ്പള്ളിയിൽ സ്ത്രീ പ്രവേശനത്തിന് നേരത്തെ മുതലേ നിരോധനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി പുറത്തു വരുമ്പോൾ തന്നെ ആ വാവർപ്പള്ളിയുടെ കമ്മിറ്റിക്കാർ അവർ പ്രഖ്യാപിച്ചവിടെ സ്ത്രീകൾക്ക് മുമ്പേ പ്രവേശനമുണ്ട് എന്നാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഈ വാവർപ്പള്ളിയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് വീണ്ടും അവർക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. എന്താണ് വാവർപ്പള്ളിയുടെ പ്രാധാന്യം, ശബരിമലയെ സംബന്ധിച്ച് വാവർപ്പള്ളിയുടെ പ്രാധാന്യം എന്താണ്, അത് കേരളത്തിൽ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും എന്ത് സംഭാവനകളാണ് നൽകിയത്, അവരുടെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ട് മടങ്ങി വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലിയിലാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു പ്രദേശം തന്നെയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമെന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അയ്യപ്പനും വാവരസ്വാമിയും തമ്മിലുള്ള ബന്ധമാണ്. നമുക്ക് കാണാം, ഇതാണ് ചെറിയമ്പലം, പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇത് ചെറിയമ്പലമാണ്. അതിന് തൊട്ട് മുന്നിലായി തന്നെയാണ് വാവര് പള്ളിയും ഉള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ ഈ ചെറിയ ഈ കൊച്ചമ്പലത്തിലെത്തി അവിടെ നിന്നും പേട്ട തുള്ളി ഈ വാവര് പള്ളിയിൽ കയറി വണങ്ങിയതിന് ശേഷമാണ് വലിയമ്പലത്തിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് അവർ അവിടെ നിന്നും ശബരിമലയിലേക്ക് മടങ്ങുന്നത്. ഇത്തരത്തിൽ ആചാരവുമായി ആചാരാനുഷ്ഠാനങ്ങളുമായി വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഈ മതസൗഹാർദ്ദം തന്നെയാണ്. വാവരും അയ്യപ്പനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം അത് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. എല്ലാ വർഷവും പേട്ടതുള്ളൽ ചടങ്ങ് നടക്കുന്നുണ്ട്. മകരവിളക്കിന് മുന്നോടിയായിട്ടാണ് ആ പേട്ടതുള്ളൽ ചടങ്ങ് നടക്കുന്നത്. അതിനു മുൻപ് തന്നെ ശബരിമലയിലെത്തുന്ന എല്ലാ ഭക്തരും ഈ പേട്ട തുള്ളുന്നതിന് വേണ്ടി എരുമേലിയിലേക്ക് എത്തുന്നു. എരുമേലിയിലെത്തി വലിയമ്പലത്തിലും കൊച്ചമ്പലത്തിലും വണങ്ങിയ ശേഷം അവിടെ നിന്നും വാവര് പള്ളിയിലും കയറിയതിനു ശേഷമാണ് നമുക്ക് കാണാം നിരവധി അയ്യപ്പ ഭക്തരാണ് ഇത്തരത്തിൽ ഈ വാവര് പള്ളിയിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ചില സ്ത്രീകൾ ഈ വാവര് പള്ളിയിൽ കയറുമെന്ന് പറഞ്ഞ് വന്നത്, അതും ഹിന്ദു തമിഴ് മക്കൾ എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ചില ആളുകളാണ് അവിടെ എത്തിയത്. പാലക്കാട് വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വാവര് പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വലിയൊരു ചർച്ചയായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം ഇപ്പോൾ ഈ പള്ളിയുടെ മഹൽ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഈ പള്ളിയിൽ സ്ത്രീകൾക്ക് വിലക്കോ എന്തെങ്കിലും ഉണ്ടോ? ഒരു വിലക്കുമില്ല. വർഷങ്ങളായി എരുമേലിയിൽ ശബരിമല തീർത്ഥാടകരെത്താറുണ്ട്. ലിംഗഭേദമന്യേ പ്രായഭേദമന്യേ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് പള്ളിയിൽ ദർശനം നടത്തുവാനും പള്ളിക്ക് അവരുടെ ആചാരപരമായി വലം വയ്ക്കുവാനും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്നതാണ്. അതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും നാളിതുവരെ ഉണ്ടായിട്ടില്ല, ഇനി തുടരാൻ ഉദ്ദേശിക്കുന്നുമില്ല. 2 ദിവസം കൂടിയേ ഉള്ളൂ ഇനി പേട്ടതുള്ളൽ ചടങ്ങിന് ശബരിമല സീസൺ അവസാനിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ? ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എരുമേലിയിലെ സുപ്രധാനമായ 2 ചടങ്ങുകൾ എന്ന് പറയുന്നത് ജനുവരി 10-ാം തീയതി, അതായത് ധനു 26-ാം തീയതി നടക്കുന്ന എരുമേലി ചന്ദനക്കുടവും 11-ാം തീയതി നടക്കുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളലുമാണ്. അതുമായി ബന്ധപ്പെട്ട് എരുമേലി ചന്ദനക്കുടം നടത്തുന്നത് എരുമേലി മഹല്ല് കമ്മിറ്റിയാണ്. ആ ചന്ദനക്കുടത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർവാധികം ഭംഗിയായി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ശബരിമല സ്ത്രീ പ്രവേശനം വന്നപ്പോൾ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ്. വാവര് പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, അവിടെയും കയറ്റണമെന്നുള്ളൊരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നു. അന്ന് മുതൽ തന്നെ ഈ പള്ളിയുടെ നിലപാട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അത് തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും അതില്ല. ഇപ്പോൾ വിഷ്വൽസ് കാണുന്ന നിങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഏർപ്പെടുത്തിയിട്ടില്ല. വർഷങ്ങളായി നിലനിൽക്കുന്ന അതേ ആചാരം അനുഷ്ഠാനങ്ങളും നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും എരുമേലിയിൽ തുറന്നു വരികയാണ്. തീർച്ചയായിട്ടും മഹൽ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ഷാജഹാനാണ് നമ്മളോട് പ്രതികരിച്ചത്. ഈ വാവര് പള്ളിയിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും വനിതകൾക്കില്ല, യുവതികൾക്കില്ല, സ്ത്രീകൾക്കില്ല. അവർക്ക് കൃത്യമായി വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ ഒരു ആചാരങ്ങൾ, അതായത് വാവര് പള്ളിയിൽ കയറി വാവരെ വണങ്ങി
പേട്ടതുള്ളി മടങ്ങുന്ന ആ ഒരു ആചാരത്തിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് റൈറ്റ്. ടോബി ജോൺസണാണ് ഈ റിപ്പോർട്ട് നൽകിയത്. ലോകത്ത് തന്നെ അത്ഭുതമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും ഒരു പക്ഷേ എരുമേലിയിൽ നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു മതത്തിന്റെ വിശ്വാസികളായ ആളുകൾ മറ്റൊരു മതത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് തീർത്ഥയാത്ര പോകുന്നവർ വേറൊരു മതത്തിന്റെ ആരാധനാലയത്തിൽ കയറി വണങ്ങുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ ലോകത്ത് തന്നെ അപൂർവമായിരിക്കും. ഈ കാഴ്ച തന്നെയാണ് യഥാർത്ഥത്തിൽ വർഗീയ കക്ഷികളെ, വർഗീയ ശക്തികളെ അസ്വസ്ഥരാക്കുക. ആ ഒരു സാഹോദര്യം, ആ ഒരു സമന്വയം അത് തകർക്കാൻ പല ശക്തികളും ആഗ്രഹിക്കുന്നുണ്ടാകും. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നാണ് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുക.